ലോക മനസാക്ഷിയിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾക്ക് ഒരേ ഒരു ചിത്രമേ ഉള്ളൂ. ഹിറ്റ്ലറുടെ നാസി ജർമ്മനിയിലെ തടങ്കൽ കേന്ദ്രങ്ങളുടെ രൂപം. അതിന്റെ കേന്ദ്രസ്ഥാനത്തുള്ളത് ജൂതരെന്നൊരു പീഡിത സമൂഹമാണ്. നൂറുകണക്കിന് സിനിമകളും സാഹിത്യകൃതികളും അതിനെ ആധാരമാക്കി പുറത്തു വന്നു. അങ്ങനെ ലോക മനസാക്ഷിയിലും പൊതുബോധത്തിലും ആ ജനസമൂഹത്തോടുള്ള സഹതാപവും ഊട്ടിയുറക്കപ്പെട്ടു. എന്നാൽ ആ പീഡന കഥകൾ നിരന്തരം ആവർത്തിച്ച് ലോകത്തിന്റെ അനുതാപം പിടിച്ചുപറ്റിയവർ, അറബ് ദേശത്ത് കുടിയേറി ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം നിർമ്മിച്ചവർ, ഇന്ന് അതേ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ആയുധമാക്കുകയാണോ? ഗസയിൽ ഫലസ്തീനുകളെ പാർപ്പിക്കാൻ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതിന് ബലം നൽകുന്ന രണ്ട് വാർത്തകൾ ഇതിനകം പുറത്തു വന്നു. ഒന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിന്റെ എക്സ്ക്ലൂസീവ് റിപ്പോർട്ടാണ്. രണ്ടാമത്തേത് റോയിട്ടേഴ്സ് റിപ്പോർട്ടിന് ബലം നൽകുന്ന തരത്തിൽ ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നടത്തിയ ഒരു പ്രസ്താവനയും. അമേരിക്കയുടെ $2 ബില്യൺ ഫണ്ടോടെ ഗസയിൽ ഹ്യൂമനിറ്റേറിയൻ ട്രാൻസിറ്റ് ഏരിയാസ് എന്ന പേരിൽ ക്യാമ്പുകൾ നിർമ്മിക്കുന്നു എന്നാണ് റോയിട്ടേഴ്സ് വാർത്ത. റഫേൽ ഹ്യൂമനിറ്റേറിയൻ സിറ്റി എന്ന പേരിൽ ഒരു പ്രത്യേക സംരക്ഷിത മേഖല നിർമ്മിക്കാൻ സൈന്യത്തിനും മന്ത്രാലയത്തിനും നിർദ്ദേശം നൽകിയ വിവരം വെളിപ്പെടുത്തിയിരിക്കുകയാണ് കാറ്റ്സ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് തയ്യാറാക്കുന്ന ആ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്താണെന്ന് വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. UN ഏജൻസികൾ ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘങ്ങളെയെല്ലാം ഒഴിപ്പിച്ച് ഇസ്രായേലും US ചേർന്ന് ഗസയിൽ കെട്ടിയിറക്കിയ ഒരു ചാരിറ്റി സംഘമുണ്ട്. പ്രവർത്തനം ആരംഭിച്ച് ദിവസങ്ങൾക്കകം തന്നെ വിവാദങ്ങളുടെ കേന്ദ്രമായി മാറിയ GHF അഥവാ ഗസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ. റോയിട്ടേഴ്സ് പുറത്തുവിട്ട ഹ്യൂമനിറ്റേറിയൻ ട്രാൻസിറ്റ് ഏരിയാസ് എന്ന പദ്ധതിയുടെ ആസൂത്രണവും ഏകോപനവും നിർവഹിക്കുന്നതും ഇതേ സംഘം തന്നെയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 11 തയ്യാറാക്കിയ പ്രോജക്ട് ജെറുസലേമിലുള്ള US എംബസിക്കായിരുന്നു ആദ്യം കൈമാറിയത്. പിന്നീട് ട്രംപ് ഭരണകൂടത്തിന് മുൻപാകെയും പദ്ധതിയുടെ കരടുരേഖ സമർപ്പിച്ചു. വെടിനിർത്തൽ ചർച്ചകൾ നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ആ പ്രോജക്ട് വൈറ്റ് ഹൗസ് സജീവമായി ചർച്ചയ്ക്കെടുത്തിട്ടുണ്ടെന്നാണ് റോയിട്ടേഴ്സ് ലേഖകൻ വെളിപ്പെടുത്തുന്നത്. എന്താണ് ആ പ്രോജക്റ്റിലുള്ളതെന്ന് വിശദീകരിക്കാം. ഫലസ്തീനുകളെ മാറ്റിപ്പാർപ്പിക്കാനായി ഗസയിലും പുറത്തുമായി ഒരുങ്ങുന്ന വലിയ ക്യാമ്പുകൾ, അതാണ് ഹ്യൂമനിറ്റേറിയൻ ട്രാൻസിറ്റ് ഏരിയാസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്വയം സന്നദ്ധരായി രംഗത്ത് വരുന്ന ഗസക്കാരെ പാർപ്പിക്കാനുള്ള താൽക്കാലിക കേന്ദ്രങ്ങൾ. അവരെ കേന്ദ്രത്തിൽ വെച്ച് ഡീറാഡിക്കലൈസ് ചെയ്യും, അതായത് തീവ്ര ചിന്താഗതികളിൽ നിന്ന് അവരെ മോചിപ്പിക്കും. തുടർന്ന് പുനരൈക്യത്തിലൂടെ മറ്റൊരിടത്തേക്ക് പാർപ്പിക്കും. ഇങ്ങനെയൊക്കെയാണ് GHF പ്രോജക്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്ന പദ്ധതികളും രൂപരേഖയും. ഹമാസിന്റെ നിയന്ത്രണത്തിൽ നിന്ന് ഗസയെ സമ്പൂർണ്ണമായി മോചിപ്പിക്കുക എന്ന വിശാല ലക്ഷ്യമാണ് പദ്ധതിക്ക് പിന്നിലുള്ളത്. പ്രൊജക്ടിന്റെ ഭാഗമായി പ്രവർത്തിച്ച ഒരാൾ റോയിട്ടേഴ്സിനോട് അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഭീതിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് ഗസക്കാരെ മോചിപ്പിക്കുക, ഹമാസിന്റെ നിയന്ത്രണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഫലസ്തീനികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും കഴിയാൻ സുരക്ഷിതമായ ഇടങ്ങൾ ഒരുക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് അയാൾ ഏജൻസിയോട് വെളിപ്പെടുത്തിയത്. ആകെ 8 ക്യാമ്പുകളാണ് പദ്ധതിയിലുള്ളത്. ഓരോ ക്യാമ്പിലും ആയിരങ്ങളെ പാർപ്പിക്കാനുള്ള സൗകര്യമുണ്ടാകും. ലോണ്ടറി, വിശ്രമമുറികൾ, ടോയ്ലറ്റ്, സ്കൂളുകൾ തുടങ്ങിയ സൗകര്യങ്ങളും ഈ കേന്ദ്രത്തിലുണ്ടാകും. നിർമ്മാണം ആരംഭിച്ച് 90 ദിവസം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കും. ഇങ്ങനെ പോകുന്നു പദ്ധതിയുടെ രൂപരേഖ. ഗസയ്ക്ക് പുറത്തുള്ള 2 രാജ്യങ്ങളും സാധ്യതാ പ്രദേശങ്ങളായി പ്രൊജക്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒന്ന് ഈജിപ്ത്. മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന, ഇസ്രായേലിൽ നിന്ന് ഏതാനും മൈലുകൾ അകലെയുള്ള, ഇസ്രായേലികൾ കയ്യേറാൻ ശ്രമം നടത്തുന്നുവെന്ന് ആക്ഷേപമുള്ള സൈപ്രസ് ദ്വീപാണ് മറ്റൊന്ന്. വൈറ്റ് ഹൗസും US ഇസ്രായേൽ എംബസിയും ജെറുസലേമിലെ US എംബസിയും ഒന്നും വാർത്തയോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതേസമയം പറയപ്പെടുന്ന തരത്തിലൊരു പദ്ധതിയെക്കുറിച്ച് തങ്ങൾ ആലോചിച്ചിട്ട് തന്നെ ഇല്ലെന്നാണ് GHF വ്യക്തമാക്കിയത്. ചാരിറ്റിയിലും ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്യുന്നതിലുമാണ് തങ്ങളുടെ ശ്രദ്ധയെന്നും ഫൗണ്ടേഷൻ വൃത്തം പറഞ്ഞു. എന്നാൽ ഫണ്ട് പ്രതിസന്ധിയെ തുടർന്നാണ് പദ്ധതി നീളുന്നതെന്ന് മറ്റു ചില വൃത്തങ്ങളും റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. GHFന് നേരത്തെ US $30 മില്യൺ നൽകിയിരുന്നു. എന്നാൽ സംഭാവനകൾ സ്വീകരിക്കാനായി സ്വിസ് ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങാനുള്ള GHF ശ്രമം ഇനിയും വിജയിച്ചിട്ടില്ല. യൂണിയൻ ബാങ്ക് ഓഫ് സ്വിറ്റ്സർലാൻഡ് അഥവാ UBSും ഗോൾഡ്മാൻ സാച്ച്സും ഫൗണ്ടേഷനുമായി സഹകരിക്കാൻ വിസമ്മതിച്ചിട്ടുണ്ടെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു വശത്ത് GHFും US വൃത്തങ്ങളും ഹ്യൂമനിറ്റേറിയൻ ട്രാൻസിറ്റ് പദ്ധതിയുടെ പിതൃത്വം ഒഴിയുമ്പോഴാണ് റോയിട്ടേഴ്സ് വാർത്തകൾ സാധൂകരിക്കുന്ന തരത്തിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന വരുന്നത്. നെതന്യാഹു തിങ്കളാഴ്ച വാഷിംഗ്ടണിൽ കാലുകുത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇസ്രായേൽ കാറ്റ്സ് മാധ്യമങ്ങളോട് പദ്ധതിയെക്കുറിച്ച് വെളിപ്പെടുത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. റഫേലെ കെട്ടിടാവശിഷ്ടങ്ങൾക്ക് മേൽ ഒരു ഹ്യൂമനിറ്റേറിയൻ സിറ്റി നിർമ്മിക്കാൻ IDFന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് കാറ്റ്സിന്റെ വെളിപ്പെടുത്തൽ. ഗസയിലെ മുഴുവൻ ജനങ്ങളെയും പാർപ്പിക്കാനാകുന്ന തരത്തിലുള്ള കേന്ദ്രമാണ് ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ അൽമവാസി മേഖലയിലുള്ള 6 ലക്ഷത്തോളം ഫലസ്തീനികളെ സൂക്ഷ്മ പരിശോധനകൾ പൂർത്തിയാക്കി പുതിയ കേന്ദ്രത്തിലേക്ക് മാറ്റും. ഇപ്പോൾ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്ന വെടിനിർത്തൽ കരാറിൽ പറയുന്ന 60 നാൾ കാലയളവിനുള്ളിൽ സിറ്റിയുടെ നിർമ്മാണം ആരംഭിക്കുമെന്നും ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചിട്ടുണ്ട്. ഗസയിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിനുള്ള നീക്കങ്ങൾ നടക്കുന്നുവെന്ന ആശങ്കകൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്.
അത് ശരിവെക്കുന്ന പരാമർശമാണ് കാറ്റ്സും നടത്തിയിരിക്കുന്നത്. To concentrate all Gaza's population in humanitarian zone എന്നാണ് അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞത്. അതായത് ഗസക്കാരെ മുഴുവൻ ഒറ്റ തടങ്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റി പാർപ്പിക്കുക. പരിശോധന പൂർത്തിയാക്കി അകത്തേക്ക് കയറ്റിവിട്ടാൽ പിന്നെ പുറത്തേക്ക് പോകാൻ അനുവാദം ഉണ്ടാകില്ല എന്നും കാറ്റ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്രത്തിലേക്ക് മാറാൻ ഫലസ്തീനികളോട് സ്വയം സന്നദ്ധരായി രംഗത്ത് വരാൻ ആവശ്യപ്പെടുകയാണെന്നും പദ്ധതി എന്തു വന്നാലും പൂർത്തീകരിക്കുമെന്നുമുള്ള മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. IDFനെയും പ്രതിരോധ മന്ത്രാലയത്തിനെയുമാണ് പദ്ധതിയുടെ ആസൂത്രണ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. ഡിഫൻസ് മന്ത്രാലയത്തിലെ ഡയറക്ടർ ജനറൽ അമീർ ബറാം ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. IDFന് പകരം ഏതെങ്കിലും അന്താരാഷ്ട്ര സമിതികളാകും തടങ്കൽ കേന്ദ്രങ്ങളുടെ മേൽനോട്ടം വഹിക്കുക എന്നാണ് കാറ്റ്സ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഫലസ്തീനുകളെ ഒഴിപ്പിക്കുന്നതിനെ US ഒഴികെയുള്ള ലോകരാജ്യങ്ങൾ പിന്തുണയ്ക്കാൻ സാധ്യത വിരളമാണ്. അതിനാൽ US ഇസ്രായേൽ സംയുക്ത സംരംഭമായ GHF തന്നെയായിരിക്കും ആ ചുമതല വഹിക്കുക എന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് വിലയിരുത്തുന്നുണ്ട്. എന്തായാലും പുതിയ നീക്കത്തിൽ വൻതോതിലുള്ള വിമർശനം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. 2 വർഷത്തോളമായി നിരന്തരം ബോംബാക്രമണത്തിന് ഇരയാകുന്ന കൊടും പട്ടിണിയിലുള്ള ജനങ്ങളെ ഒഴിപ്പിക്കുന്ന പരിപാടി അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് റെഫ്യൂജീസ് ഇന്റർനാഷണൽ പ്രസിഡന്റ് ജെറമി കോനിൻഡിക് പ്രതികരിച്ചത്. ഗസയിൽ ആധുനിക കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ നിർമ്മിക്കാനാണ് നീക്കം നടക്കുന്നതെന്ന് US മുസ്ലിം സിവിൽ റൈറ്റ്സ് അംഗമായ കെയർ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്.